viewers, it's me Nandana. Welcome to my channel. ഞാൻ വന്നിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ കറങ്ങാൻ പോകുന്നത്. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയും കൂടിയാണ്, ലീവാണ്, വൈകി നീച്ചാൽ മതിയല്ലോ. അപ്പോൾ രാത്രി നമുക്ക് പുറത്തേക്കൂടെ ഇങ്ങനെ കറങ്ങാൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ്. ഇറങ്ങുമ്പോൾ എങ്ങനെ പോകേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമുക്കങ്ങനെ പോയേക്കാൻ എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ ഇറങ്ങുന്നത് 6 മണിക്കാണ്. അപ്പോൾ കറക്റ്റ് ആ വെളിച്ചവും ആ ചൂടൊക്കെ പോയ സമയമാണ്. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത് 7:30 പോയി. പിന്നെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ദ പേൾ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഖത്തറിൽ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തേക്കാണ്, ഖനാത്ത് കോർട്ടിയർ എന്നുള്ള ഭാഗത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിലും വിസിറ്റേഴ്സിനൊക്കെ അലൗഡാണ് കേട്ടോ. ഈ ബിൽഡിങ്സൊക്കെ ഓരോ വില്ലാസും ഹോട്ടൽസും ഒക്കെയാണ് കേട്ടോ ഇതിന് ചുറ്റുള്ളത്. ഈ ബിൽഡിങ്സിൻ്റെ ഇടയിൽ കണ്ടോ ഒരു കനാലുണ്ട്. ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത് 1.6 കിലോമീറ്റർ ആണ്. പിന്നെ കണ്ടില്ലേ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആ ബിൽഡിങ്സിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇടയിൽ കൂടെ ബ്രിഡ്ജ് ഉണ്ട്. അങ്ങനെ 15 ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. പിന്നെ 31 ബിൽഡിങ്ങും ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഈ ഓപ്പൺ സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ്സ് ആണ്. കാരണം യൂറോപ്പിലുള്ള അതേപോലെ തന്നെയാണ് കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ബിൽഡിങ്സും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂറോപ്പ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഐലാൻഡ് എന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഇതിനൊരു എക്സാക്ട് കോപ്പി ഓഫ് വെനീസ് എന്നാട്ടോ പറയുന്നത്. 2012 ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ആ കനാലിൻ്റെ ചുറ്റുമുള്ള ഈ ബിൽഡിങ്സും ആ കനാലിൽ കൂടെ ബോട്ട് സർവീസൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ ലുസൈൽ സിറ്റിക്കാണ് പോയത്. തൊട്ടടുത്ത് തന്നെയാണ്. ഇതിൻ്റെ ടവറൊക്കെ അവിടെ നിന്ന് കാണാമായിരുന്നു കേട്ടോ. ഇത് ഖത്തറ ടവറാണ്. ഈ ഒരു ബിൽഡിംഗ് ആട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. ഇതിൻ്റെ ഷേപ്പ് ഒരു ഹാഫ് മൂണിൻ്റെ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ക്രസൻറ്റ് ടവർ ലൂയിസ് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇത് 2 ടവർ ആയതുകൊണ്ട് തന്നെ ഇതിനെ ട്വിൻ ടവർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിലുള്ളത് 2 ഹോട്ടൽസാണ്. പിന്നെ ഇത് 2022 വേൾഡ് കപ്പിന് മുന്നേ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അടുത്തുള്ള ആ 4 ബിൽഡിങ്ങും സെയിം ഹൈറ്റാണ്. അത് വേറെ വേറെ സ്ഥലത്ത് നോക്കുമ്പോൾ ഓരോന്നിനും വേറെ വേറെ ഹൈറ്റാട്ടോ തോന്നുക. അതും ലുസൈലുള്ള ഒരു പ്ലാസ ടവറാണ് കേട്ടോ. ഈ ടവറിന് ചുറ്റും തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് കുറേ നടക്കാനുണ്ട്. ഓരോ ഭാഗത്തും ഓരോന്നാണ്. നമ്മൾ വന്ന സൈഡിലൊക്കെ ബോട്ട് സർവീസ് ആയിരുന്നു. ഇപ്പുറത്ത് വേറെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കുറേ നടക്കാനുണ്ട്. നടന്ന് ക്ഷീണിച്ചിരുന്നു. പിന്നെ ഇത് കാണുന്നത് മറ്റേ അറബികളുടെ തലയിലൊക്കെ വെക്കില്ലേ മറ്റേ ആ സംഭവം, അതാണ് അത് കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റാച്ചു ആണത്.